എല്ലാവർക്കും വുഡ് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടൊന്നല്ല, കുറച്ച് ടിപ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. അപ്പോൾ നമ്മളിന്ന് നാരങ്ങയുടെ തൊലി വെച്ചിട്ടാണ് കുറച്ച് ടിപ്സ് പറയുന്നത്. അപ്പോൾ വീഡിയോ എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആവും. സ്കിപ്പ് ചെയ്യാണ്ട് കാണും, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ഒന്നാമതായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഓട്ടുപാത്രങ്ങൾ അല്ലെങ്കിൽ വിളക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ നമുക്ക് നാരങ്ങയുടെ തൊലി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നാരങ്ങയുടെ തൊലിയിൽ ലേശം ഉപ്പും കൂടെ വിതറി കൊടുക്കുക ആ മുകൾ ഭാഗത്ത്. എന്നിട്ട് അത് രണ്ടും കൂടി തേച്ച് നോക്കിയേ, വിളക്കുകളൊക്കെ നല്ല പുതിയതുപോലെ തിളങ്ങും കേട്ടോ. ഇനി അടുത്തതായിട്ട് നാരങ്ങയുടെ തൊലി ഇതുപോലെ കുറച്ച് വെള്ളത്തിലിടുക. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയാൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് ഇങ്ങനെ തിളപ്പിക്കുക കേട്ടോ. അതിനുശേഷം ഓഫ് ചെയ്യുക. ചൂടാറുമ്പോഴേക്കും അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഒന്നുകൂടി ഇങ്ങനെ പിഴിഞ്ഞു കൊടുത്താൽ ഫുള്ള് ഇതിലേക്ക് പോരും കേട്ടോ, അതിൻ്റെ ആ ഒരു പുളിരസമൊക്കെ. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുള്ള ഇതിലേക്കാണ് ഞാനൊരു 3/4 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ അഥവാ അപ്പക്കാരെന്നൊക്കെ പറയുന്ന സോഡാപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നന്നായിട്ട് പതഞ്ഞ് വരും കേട്ടോ. കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കറക്റ്റ് എത്രത്തോളം ആ ഒരു പുളിരസം ഈ വെള്ളത്തിനുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ നാരങ്ങ പിഴിഞ്ഞെടുത്താലും ഫുള്ളതിൻ്റെ ആ ഒരു ഇതൊന്നും പോയിട്ടുണ്ടാവില്ലേ, കണ്ടില്ലേ, അല്ലെങ്കിൽ ഇതിങ്ങനെ പതയില്ലല്ലോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്കൊരു 2 ഡ്രോപ്പ് ഇതുപോലത്തെ ഡിഷ് വാഷ് ലിക്വിഡും കൂടി ചേർത്തിട്ട് ഇളക്കാണ്. ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഒരുപാട് ക്ലീനിങ് പർപ്പസിന് നമുക്കിത് ഉപയോഗിക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ വാട്ടർ ബോട്ടിൽ അല്ലെങ്കിൽ ചായയൊക്കെ ഒഴിച്ച് വയ്ക്കുന്ന ഫ്ലാസ്ക് ഇതിനൊക്കെ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവില്ലേ, അതൊക്കെ കളയാനായിട്ട് ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു നാരങ്ങയുടെ സ്മെല്ലാവും ലാസ്റ്റ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ കുക്കിങ്ങൊക്കെ കഴിയുമ്പോൾ ഗ്യാസ് സ്റ്റൗവൊക്കെ നന്നായിട്ട് അഴുക്ക് പിടിക്കുന്ന സമയത്ത് ഇത് വെച്ച് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയിൽ നല്ല ഷൈനിങ് ആയിട്ട് കിട്ടും. അഴുക്കൊക്കെ ഫുള്ള് പോരുകയും ചെയ്യും. അപ്പോൾ ബർണറൊക്കെ ക്ലീൻ ചെയ്യാനാണെങ്കിൽ ഈ വെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് അതൊരു മണിക്കൂറൊക്കെ ഒന്ന് മുക്കി വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയാവും കേട്ടോ. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വീണിട്ട് ഇങ്ങനെ കരിഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അപ്പോൾ നമുക്ക് ഇത് സ്പ്രേ ചെയ്തിട്ട് ഇങ്ങനെ തുടയ്ക്കുമ്പോൾ പെട്ടെന്ന് അതിങ്ങനെ ഇളകിപ്പോരും കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയാവും. അതുപോലെ തന്നെ ഈ ഒരു നാരങ്ങയുടെ തൊലിയും ബേക്കിംഗ് സോഡയും കൂടെ മിക്സ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ബാഡ് സ്മെല്ല് കളയാനും നല്ലതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു തിളക്കില്ലാണ്ടിരിക്കുന്ന ഗ്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലൊന്ന് സ്പ്രേ ആക്കിയിട്ട് ഒന്ന് കഴുകി നോക്കിക്കഴിഞ്ഞാൽ നല്ല പുതിയതുപോലെ ആ ഒരു ഗ്ലാസ് തിളങ്ങും കേട്ടോ. അതുപോലെ തന്നെ എപ്പോഴും കോഫി കുടിക്കുന്ന ഈ ഒരു കപ്പുകളിലൊക്കെ ഇതുപോലെ കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇതുപോലത്തെ ഈ ഒരു ലിക്വിഡ് ഒന്ന് നന്നായിട്ട് സ്പ്രേ ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പൊടിയുപ്പും കൂടെ ഇതിലേക്ക് വിതറുക. അതിനുശേഷം ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. ഇതിപ്പോൾ കണ്ടില്ലേ, ആ ഒരു സ്റ്റെയിനൊക്കെ ഇങ്ങനെ ഇളകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി കഴിയുമ്പോൾ മനസ്സിലാവും നല്ല നീറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങൾ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഈ ഒരു ലിക്വിഡ് നമുക്ക് ഒരാഴ്ച വരെ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, പുറത്ത് വെച്ചാലും ഒരു കേടും വരില്ല. അപ്പോൾ ഇനി ചൂടുകാലമൊക്കെ വരുമ്പോൾ കൂടുതൽ നമ്മൾ നാരങ്ങയൊക്കെ ഉപയോഗിക്കും. അപ്പോൾ തൊലി എല്ലാവരും തന്നെ ഇങ്ങനെയൊക്കെ ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഇതിനൊരു ലൈക്ക് തരണേ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കല്ലേ. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുള്ളൂ. ഇനിയപ്പോൾ നാളെ ഉച്ചതിരിഞ്ഞിട്ട് 5:30 കേട്ടോ വീഡിയോ, മറക്കണ്ട സമയം. ഇനി നാളെ വരാമേ. എല്ലാവർക്കും നന്ദി. താങ്ക് യു.